സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള തലപ്പാടി ചെങ്കള റീച്ചിന്റെ ഉദ്ഘാടനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദേശീയപാതയിലെ ഒന്നാം റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് ഉൾപ്പെടെയുള്ള റീച്ചുകളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് നുള്ളിപ്പാടി ദേശീയപാതയിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമാന്തര ജനകീയ ഉദ്ഘാടനവും നടത്തി. CH കുഞ്ഞമ്പു MLAയും ഇടതുമുന്നണി നേതാക്കളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനത്തിൽ ശക്തമായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നരേന്ദ്രമോദിയുടെ ധിക്കാരം കേരള നാട്ടിൽ നടപ്പില്ല. കേരള ജനത തള്ളിക്കളയോ, നിങ്ങളുടെ ധാർഷ്ട്യം തള്ളിക്കളയോ. ഓർത്തു കളിച്ചോ BJP, ഓർത്തു കളിച്ചോ BJP. ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, നാടമുറിച്ചുകൊണ്ട് CH കുഞ്ഞമ്പു MLA ദേശീയപാതയുടെ സമാന്തര ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ കേരള സർക്കാരിന്റെ അഭിവാദ്യങ്ങൾ. ജില്ലയിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അറിയിക്കാതെയുള്ള കൊച്ചിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടന ചടങ്ങ് പ്രതിഷേധാർഹമാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം വളരെ ഏകപക്ഷീയമായി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നു എന്നത് അറിയുന്നത് ഇന്നാണ്. കേരള ഗവൺമെൻറ് അറിയിക്കുന്നില്ല, വകുപ്പ് മന്ത്രിയെ വിളിക്കുന്നില്ല, ഒരാളോടും പറയാതെ ഇന്ന് ഉദ്ഘാടനം. അപ്പോൾ കേരള ഗവൺമെൻറ് പറഞ്ഞു ഈ ഉദ്ഘാടനം ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഒരൊറ്റ പറയുള്ളൂ, ഉദ്ഘാടനം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്തു. കാരണം ആദ്യത്തെ റീച്ച് തലപ്പാടി ചെറുക്കള പൂർത്തിയായിട്ട് ഏതാനും മാസങ്ങളായല്ലോ, ഞങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ. പ്രധാനമന്ത്രി ഈ തോന്നിയാസം കളിച്ചപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നത്. ഇത് ഒരു മാന്യതയില്ലാത്ത പരിപാടിയാണ്. രാഷ്ട്രീയമെല്ലാം ആവാം അപ്പുറം, നമ്മൾക്കല്ലേ ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഒരു പദ്ധതി, സംസ്ഥാന ഗവൺമെൻറ് കൂടി പങ്കാളിത്തമുള്ളൊരു പദ്ധതി, ഇനി അഥവാ കേന്ദ്രം തന്നെ ആയിക്കോട്ടെ, ആ പദ്ധതിക്ക് സംസ്ഥാനത്ത് അറിയിക്കണ്ടേ? മുഖ്യമന്ത്രി വേണ്ടേ? വകുപ്പ് മന്ത്രി വേണ്ടേ? ആരോടും പറയാതെ ഞാൻ ഉദ്ഘാടനം ചെയ്യും എന്ന് എവിടെയോ ഇരുന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ പറയാം, ഈ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഓഫീസ് പൂട്ടിപ്പോയത്? ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. എന്താണ് പിണറായി വന്നപ്പോൾ ചെയ്തത്? പിണറായി വന്നപ്പോൾ പറഞ്ഞു നാഷണൽ ഹൈവേ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും. അതിനെന്ത് വേണം? ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ പൊന്നിന് വില കൊടുക്കണം. 4 ഇരട്ടി മാർക്കറ്റ് വിലയുടെ കൊടുത്തില്ലേ? 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ 10 കൊല്ലം മുമ്പത്തെ 4 ഇരട്ടി പണം കിട്ടിയപ്പോൾ ആളുകൾ കണക്കൂട്ടിയപ്പോൾ നല്ല വില എല്ലാവരും ഓരോ ഒബ്ജക്ഷനിലാണ് കൊടുത്തില്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയാണ് അത്രയും വില കൊടുത്ത് കേരളത്തിൽ ഭൂമി മേടിക്കില്ല. എന്ത് ചെയ്തു? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും നിതിൻ ഗഡ്കരിയെയും കണ്ടു. എന്നിട്ട് ചർച്ച നടത്തി പറഞ്ഞു 25% ഞങ്ങൾ കേരളം വഹിക്കാം. 6000 കോടി രൂപ കിഫ്ബിയിൽ നിന്നെടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഭൂമി ഏറ്റെടുക്കാൻ അടച്ചതിന് ശേഷമല്ലേ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിക്കുന്നത്. എന്നിട്ട് ഭൂമി ഏറ്റെടുത്തു. മുഴുവൻ സംസ്ഥാന സർക്കാർ ചെയ്തില്ലേ? വന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു. ഈ പദ്ധതി പ്രവൃത്തി തുടങ്ങിയപ്പോൾ എന്തെല്ലാം തടസ്സമുണ്ടായി? കീഴാരൂരിൽ നടന്ന സമരം നമുക്ക് ഓർമ്മയില്ലേ? വയൽക്കിളികൾ എവിടെയെല്ലാം ഉണ്ടായി? ആ സമരങ്ങളെ അടിച്ചമർത്തിയിട്ടല്ല, എല്ലാം ബോധ്യപ്പെടുത്തി. എല്ലാ കാര്യങ്ങളും ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ട് എല്ലാത്തിലും ഇടപെട്ടു. മാസാമാസം റിവ്യൂ മീറ്റിംഗ് വെച്ചു. അങ്ങനെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ജനകീയമായ ഒരു ഇടപെടലുണ്ടായില്ലേ? എന്നിട്ട്
കേരളത്തിലെ ഗവൺമെൻറ് അറിയിക്കാതെ വളരെ ധിക്കാരത്തോട് കൂടിയിട്ട് ആരെന്ത് ചെയ്യുന്നു? പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയമായി ഇന്ന് ഉദ്ഘാടനം എന്ന് പറയുന്നു. അതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങളിവിടെ കാണിച്ചത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടനമാണ് യഥാർത്ഥ ഉദ്ഘാടനം. ഇവിടെ ഈ തലപ്പാടി ചെർക്കള റീച്ചിൽ പൂർത്തിയായ ഭാഗത്ത് കാസർഗോഡ് ടൗണിൽ വെച്ചാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അത് LDF ആണ് അതിന് നേതൃത്വം കൊടുത്തത്. ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ളതാണ്. ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് അറേഞ്ച് ചെയ്തത്. കുറച്ച് നേരത്തെ അറിഞ്ഞത് ആയിരക്കണക്കിന് ആളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. പക്ഷേ ഞങ്ങൾ പെട്ടെന്നാണ് ഇങ്ങനെയുണ്ട് പ്രതിഷേധിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ പ്രതിഷേധത്തിൽ കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയുള്ള ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ സമാന്തര ഉദ്ഘാടനവും റോഡ് ഷോയും നടത്തിയും സമാന രീതിയിൽ പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ദേശീയപാത റീച്ചുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയ നടപടി വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനെയടക്കം ചടങ്ങിൽ ഉൾപ്പെടുത്തിയപ്പോൾ മന്ത്രി റിയാസിനെ ഒഴിവാക്കിയ നടപടിയെ സർക്കാർ നിശിതമായി വിമർശിച്ചു.